നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വീണ്ടും നമ്മൾ ഒരു അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ മാർക്കറ്റ് അവധി, ഗുഡ് ഫ്രൈഡേ. അപ്പോൾ കുറച്ച് പ്രവൃത്തി ദിവസമുള്ള ഒരു വീക്കാണ് നമുക്ക് കിട്ടിയിരുന്നത്. എങ്കിൽ കൂടിയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കായിരുന്നു. US നോക്കുകയാണെങ്കിലും ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിലും മാർക്കറ്റുകളെല്ലാം തന്നെ യുദ്ധ സാഹചര്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ പോലും നല്ല ഒരു മൂവ്മെൻറ്റ് നടത്തി. നിഫ്റ്റി ഒരു 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്തു. നിഫ്റ്റി 23,000 താഴെ ക്ലോസ് നടത്തി. US മാർക്കറ്റും വളരെ പോസിറ്റീവ് ക്ലോസ് നടത്തി. കൂടാതെ നമ്മളുടെ റിലയൻസ്, LNT ഉൾപ്പെടെയുള്ള ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം US മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോൾ ട്രംപ് നിലവിലുള്ള പ്രസ്താവനയിൽ നിന്ന് മലക്കം പറഞ്ഞ ഒരു പുതിയ പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വാർ പെട്ടെന്ന് നിർത്തുമെന്ന് പറഞ്ഞ ട്രംപ് വീണ്ടും ഒരു 2 മുതൽ 3 ആഴ്ച വരെ ഈ യുദ്ധം നീണ്ടേക്കാം, ശക്തമായ രീതിയിൽ നീണ്ടേക്കാം എന്നുള്ളൊരു സൂചന ട്രംപിൻ്റെ സ്പീച്ചിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവിലാണ്. നമ്മൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പല ബാങ്കിങ് കമ്പനീസും അവരുടെ ബിസിനസ് റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനീസ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ വീക്ക് അവരുടെ സെയിൽസ് പുറത്തു വിട്ടു. അതിൽ പ്രകാരം മാരുതിയും ടാറ്റ മോട്ടോഴ്സ് എല്ലാം തന്നെ വലിയ തോതിലുള്ള സെയിൽസ് അച്ചീവ്മെൻറ്റ് നടത്തി. പക്ഷെ അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് പോസിറ്റീവ് റിഫ്ലക്ഷൻ നമുക്ക് മാർക്കറ്റിൽ ആ ട്രംപിൻ്റെ ഒരു സ്പീച്ച് കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൽ ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ഇടിഞ്ഞു, $14 ഇടിഞ്ഞു. സിൽവർ ഇടിഞ്ഞു. ബിറ്റ് കോയിൻ ഫ്ലാറ്റാണ്. ബ്രന്റ് ഓയിൽ ഒന്ന് സ്പൈക്ക് ചെയ്ത് 102 നാച്ചുറൽ ഗ്യാസ് ഒന്ന് സ്പൈക്ക് ചെയ്ത് 2.8 ആയി. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 50 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ്. ഡോ ഫ്യൂച്ചർ കാണാം. ഡോ ഫ്യൂച്ചർ മീൻസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ 115 പോയിൻറ്റ് മൈനസ് ആണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ മീൻസ് അവിടുത്തെ ടെക്നോളജി ഇൻഡെക്സ് നെഗറ്റീവിലാണ്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ്, ഓസ്ട്രേലിയ, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിയണോ വേണ്ടയോ എന്നുള്ള ശങ്കയിലാണ്, ഫ്ലാറ്റാണ്. എന്നാൽ ഇന്നലെ ക്ലോസായ US യൂറോപ്യൻ മാർക്കറ്റ് ഗംഭീര പോസിറ്റീവായിരുന്നു. അതാണ് ഏറ്റവും താഴെ കാണുന്നത്. US വിക്സ് ക്രാഷ് ചെയ്തു. അതായത് US ഭീതി കുറഞ്ഞു. ആ ഭീതി മെഷർ ചെയ്യുന്ന ഗേജായിട്ടുള്ള US വിക്സ് ആണ് 5% ഇടിഞ്ഞ് 22ലേക്ക് എത്തി നിൽക്കുന്നത്. നാസ്ഡാക്കും ഡോയും UK ജർമ്മനും ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ക്ലോസ് ആയിരിക്കുന്നത് വളരെയധികം പോസിറ്റീവാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഈവൻ യൂറോപ്യൻ ഫ്യൂച്ചർ കാണാം. യൂറോപ്യൻ ഫ്യൂച്ചറെല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്യൂച്ചർ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ബുള്ളിഷ്നെസ്സിൻ്റെ ആക്സലറേഷൻ ഒന്ന് കുറഞ്ഞു. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പുതിയ ന്യൂസുകൾ വേണം, പുതിയ തീരുമാനങ്ങൾ വേണം. ക്രൂഡിൽ ഒരു ഫോള് വേണം, നാച്ചുറൽ ഗ്യാസിൽ ഒരു ഫോള് വേണം. അത് ഗ്ലോബലി വേണം. നമ്മളുടെ ലോക്കൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി ഇല്ല. ഗ്ലോബലി തന്നെ യുദ്ധം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിന് മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിക്ഷേപകർ. എനിവേ, നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്പനി അവരുടെ ക്രൂഡ് പ്രൊഡക്ഷൻ 74 മില്യൺ മെട്രിക് ടൺ അവരത് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഹയസ്റ്റ് റെക്കോർഡ് വോളിയമാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. ഇവർ മൾട്ടി കെയർ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയായിട്ടുള്ള ഫിലിപ്പീൻസിലുള്ള ഒരു കമ്പനിയുടെ ഒരു 43% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. കമ്പനീനെ ഏറ്റെടുത്തു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഗുരുഗാവിൽ അവർ 4,200 കോടി രൂപയ്ക്ക് ഒരു ലക്ഷറി പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. വിമാർട്ട് റീറ്റെയിൽ കമ്പനി അവർ 500 സ്റ്റോറുകൾ ഇന്ത്യയിൽ പൂർത്തീകരിച്ചു എന്നുള്ള ന്യൂസ്. ലെമൺ ട്രീ ഹോട്ടൽ ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ശ്രീനഗറിൽ അവർ പുതിയൊരു ഹോട്ടൽ അക്യൂർ ചെയ്തു. 60 റൂമുള്ളൊരു ഹോട്ടൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. ASME സോളാർ ഹോൾഡിംഗ് കമ്പനി
ഇവരുടെ പുതിയ ഒരു രാജസ്ഥാനിൽ പുതിയൊരു ബാറ്ററി സ്റ്റോറേജ് പ്രൊജക്റ്റ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ കമ്പനി കർണാടകയിലേക്കുള്ള ഒരു 400 kV ട്രാൻസ്മിഷൻ ലൈൻ കമ്പനി ഇനാഗ്രേറ്റ് ചെയ്തു. പേസ് ഡിജിറ്റെക് കമ്പനി 494 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഐഷർ മോട്ടേഴ്സ്, എൻഫീൽഡിൻ്റെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ്, TVS മോട്ടേഴ്സ് ഇവരെല്ലാം തന്നെ മികച്ച സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ടാറ്റ മോട്ടേഴ്സും മാരുതിയും മികച്ച സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രതി സ്റ്റീൽ ആൻഡ് പവർ കമ്പനി റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി 63% ഉയർത്തി എന്നുള്ള ന്യൂസുകളുണ്ട്. ഇനി നമ്മൾ ഇന്നലെ കണ്ട ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ജസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ മാർക്കറ്റിൽ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്ത ആളുകളുടെ ഒരു വ്യൂ ആണ്. അപ്പോൾ അത് നിക്ഷേപകർ നോക്കേണ്ട കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി എവിടെ വരെ പോയേക്കാം, അത് നിഫ്റ്റി എവിടെ വരെ ഇടിഞ്ഞേക്കാം എന്ന് ഡെറിവേറ്റീവിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് നമുക്കും ഈ സ്വിങ് ചെയ്യുന്ന ആളുകൾക്കും നിക്ഷേപകർക്കും മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബേസിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ കൂടിയും അതിൻ്റെ അവർ കുറച്ചും കൂടി അവെയർ ആയിരിക്കാം എന്താണ് അവരുടെ ആക്ടിവിറ്റി എന്നുള്ളത് കണ്ടുവരാം. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ് ആ ഒരു ഡോട്ടഡ് ലൈൻ കാണുന്നത്. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയും 22,850 എന്ന റേഞ്ചിലാണ്. നിഫ്റ്റി എത്തില്ല, അല്ലെങ്കിൽ നിഫ്റ്റി റാലി ചെയ്ത് എത്തില്ല എന്നുള്ള റേഞ്ചുകളാണ് ആ ഒരു ഗ്രീൻ കാണുന്നത്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റായിട്ട് 23,000 എത്തില്ല എന്നുള്ള ചിന്തയിൽ ഒരുപാട് ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഡോട്ടഡ് ലൈൻ്റെ തൊട്ടിപ്പുറം കാണുന്നത്. അപ്പോൾ 23,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും, പിന്നെ 23,500 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. ഹയർ ലെവലിലേക്ക്, ലോവർ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 22,500 ഇടിയില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ 22,500 PE ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പുട്ടാണ്, ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോളാണ്. അപ്പോൾ കോൾ ഷോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിന് ബീറിഷും, പുട്ട് ഷോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിന് ബുള്ളിഷും, അതായത് സപ്പോർട്ട് സോണുകളായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു.